കർത്താവിന്റെ ധന്യത്തിന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയത്ത് കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തെടുത്ത ആ വലിയ പ്രവൃത്തികളെ ഓർക്കുവാനും ആ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ ഭൂമിയിൽ ഒരിക്കൽ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം തിരുമേശയുടെ ശുശ്രൂഷ കർത്താവ് നമുക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ ചെയ്തെടുത്ത പ്രവൃത്തിയുടെ ഓർമ്മയാണല്ലോ സ്തോത്രം. ആ മരണത്തെ ഓർക്കുന്ന ഹല്ലേലൂയ, ആ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച നിത്യ സൗഭാഗ്യത്തെ ധ്യാനിക്കുന്ന ആ കർത്താവിനോടുള്ള നന്ദിയോടെ ഹല്ലേലൂയ അത് അനുഭവിക്കുന്ന ശുശ്രൂഷയാണല്ലോ സ്തോത്രം. കർത്താവ് തന്നെ നമുക്ക് മഹാപുരോഹിതനായി ഇറങ്ങി വന്ന് അവൻ തന്നെ ആ യാഗ കഴിക്കുന്നവനും ആ യാഗ വസ്തുവും എല്ലാം അവൻ തന്നെ ആയി തീർന്നു. കാരണം മറ്റൊന്നും കൊണ്ടും ആ യാഗത്തിന്റെ കംപ്ലീഷൻ പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗത്തിന്റെ കംപ്ലീഷൻ മറ്റൊന്നും കൊണ്ടും, മറ്റൊരു പുരോഹിതനെ കൊണ്ടോ മറ്റൊരു യാഗവസ്തുവിനെ കൊണ്ടോ ഒന്നും സാധിക്കാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി അവൻ തന്നെ മഹാപുരോഹിതനായി ഇറങ്ങി വന്ന് തന്റെ സ്വന്തം രക്തത്താൽ സ്ഥാപിച്ചെടുത്തതാണ് ഇനിവ സ്തോത്രം. അത് എബ്രായ ലേഖനം 5-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളെല്ലാം ആ മഹാപുരോഹിത ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയെ പറ്റിയാണ് പറയുന്നത് സ്തോത്രം. ഈ മഹാപുരോഹിതൻ എന്തുകൊണ്ട് വരണമായിരുന്നു? അതിന്റെ ആ കീ കിടക്കുന്നത് ആ 4-ാം അധ്യായത്തിലെ സ്വസ്ഥതയെ പറ്റിയുള്ള വാക്യത്തെ കുറിച്ച്. ഞാൻ ഇന്നലെ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. രാവിലെ ശശികുമാർ ബ്രദറും ആ ഭാഗം എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് വളരെ കൃത്യതയോടുകൂടെ വളരെ ഓർഡറോടുകൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്തോത്രം ചെയ്തു സ്തോത്രം. അപ്പം ആ മഹാപുരോഹിതനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് എബ്രായ ലേഖനം 4:14 ആ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്ന ഒരു ബ്രിഡ്ജ് വേർഡോടുകൂടി. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശങ്ങളിലൂടെ കടന്നു പോകുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആകയാൽ എന്ന് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? ആ 4-ാം അധ്യായത്തിൽ ഒരു സ്വസ്ഥതയെ പറ്റിയുള്ള ഒരു വാക്തത്വം കിടക്കുന്നു സ്തോത്രം. ആ 4-ാം അധ്യായത്തിലെ സ്വസ്ഥതയെ പറ്റിയുള്ള വാക്തത്വം കിടക്കുന്നു. അപ്പൊ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള വാക്തത്വം ശേഷിച്ചിരിക്കുന്നു. ഒരു കൂട്ടർക്ക് അവിശ്വാസ നിമിത്തം അല്ലെങ്കിൽ അനുസരണക്കേടിന് സമദൃഷ്ടാന്തത്വം അത് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. നമ്മളും വ്യത്യസ്തരല്ല, നമ്മളും അതേ സമദൃഷ്ടാന്തത്തിലുള്ളവരാണ് സ്തോത്രം. പക്ഷേ നമ്മളെ ഇവിടെ ഒരു സുവിശേഷം എന്ന് പറയുന്നത്, ഇവിടെ നല്ലൊരു വാർത്ത എന്ന് പറയുന്നത് നമുക്കൊരു നല്ല മഹാപുരോഹിതനുണ്ട് സ്തോത്രം. ആ സ്വസ്ഥതയെ പറ്റി 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കാം സ്തോത്രം. അതിന്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവർത്തികളിൽ നിന്നും നിവർത്തനായി എന്ന 7-ാം നാളിനെ കുറിച്ച്. അപ്പൊ സന്ധ്യാവിശ്വസമായ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, അങ്ങനെ സന്ധ്യാവിശ്വസമായ 6-ാം ദിവസം വരെ പറഞ്ഞിട്ട് 7-ാം ദിവസത്തെ കർത്താവ് വിശുദ്ധീകരിച്ച് തന്റെ പ്രവർത്തികൾ നോക്കുകയും സ്വസ്ഥനായി. ഹല്ലേലൂയ. എന്നിട്ട് ആ സന്ധ്യാവിശ്വസമായ 7-ാം ദിവസം എന്നൊരു വാക്യം ബൈബിളിൽ ഇല്ല, നമുക്കറിയാം. കാരണം 7-ാം ദിവസം അവിടെ അവസാനിക്കുന്നില്ല. ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് നമ്മളെ അത് അനേകരെ കൂടെ ഉൾക്കൊള്ളുവാൻ വേണ്ടി ദൈവം ചെയ്യാണ് അതിപ്പോഴും അതിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. അതിനൊരു എൻഡിങ് ഇതുവരെ സംഭവിച്ചിട്ടില്ല സ്തോത്രം. പക്ഷെങ്കിൽ യോശുവ, ഞാൻ അവിടെ വാക്യങ്ങൾ പറഞ്ഞ് ഓടിച്ചു പോവുക സ്തോത്രം. പഴയ നിയമത്തിലെ ശുശ്രൂഷകൾ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ സാധിച്ചില്ല. ഈ ഗോഡ്സ് റെസ്റ്റിലേക്ക്, ദൈവം വാഗ്ദത്തമായി ശേഷിപ്പിച്ച ഈ ദൈവിക സ്വസ്ഥതയിലേക്ക് ആരെയും കടക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പറയുന്നത് പിന്നെയും ഒരു സ്വസ്ഥതയുടെ അനുഭവം ശേഷിച്ചു. എന്തുകൊണ്ട് അവർക്ക് കടക്കാൻ കഴിഞ്ഞില്ല? അവിശ്വാസ നിമിത്തം അല്ലെങ്കിൽ അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം അവർക്ക് കടക്കാൻ കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ ഈ ലോകത്തിൽ കാണുന്ന സ്വസ്ഥത എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിച്ചിരുന്നു, അല്ലേ? അവരുടെ മരുഭൂ പ്രയാണത്തില് അവരെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ കർത്താവ് തന്റെ ക്രോധത്തിൽ സത്യം ചെയ്യണം. എന്താണ്? ഈ അവിശ്വാസമുള്ള തലമുറയെ, ഈ അനുസരണക്കേടുള്ള തലമുറയെ ഞാൻ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കുകയില്ല. പക്ഷെങ്കിൽ ഏകദേശം ആ 40 വർഷത്തിന്റെ ആദ്യ നാളുകളിലാണ് കർത്താവ് ഈ സത്യം ചെയ്തത്. പക്ഷെ അടുത്ത 38-39 വർഷങ്ങൾ കർത്താവ് അവർക്ക് ഭൂമി വേണ്ടത് എല്ലാം കൊടുക്കും. അവർക്ക് വേണ്ട ഹല്ലേലൂയ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി തക്ക സമയത്ത് ഹല്ലേലൂയ ഫുഡിനുള്ളത് ഏറ്റവും ബെസ്റ്റ് ഫുഡ്, ഹല്ലേലൂയ അവരുടെ കാലിന്റെ ചെരുപ്പ് പോലും ചെയ്യാതെ വണ്ണം, അവരുടെ വസ്ത്രം മുഷിഞ്ഞു പോകാതെ വണ്ണം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ദൈവം നടത്തി. ഇന്ന് നമ്മൾ ഭൗതികമായി ചിന്തിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ലൈഫ് അവർക്ക് കൊടുത്തു. നമ്മൾ ഇന്ന് സ്വസ്ഥതയിൽ കാണുന്ന ലോകം സ്വസ്ഥത എന്ന് ചിന്തിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അവർക്ക് കിട്ടി. പക്ഷെങ്കിൽ അവരെ കുറിച്ച് കർത്താവ് പറയുന്നത് എന്തുവാണ്? ഞാൻ എന്റെ സ്വസ്ഥതയിൽ അവരെ പ്രവേശിപ്പിക്കുന്നത്. ഇവിടെയാണ് ദൈവത്തിന്റെ സ്വസ്ഥത എന്താണ്, മനുഷ്യൻ ചിന്തിക്കുന്ന സ്വസ്ഥത എന്താണെന്ന് വലിയ ഡിഫറൻസ് ഇവിടെ കാണും സ്തോത്രം. ഈ ദൈവിക സ്വസ്ഥത എന്ന് പറയുന്നത് എല്ലാ സിറ്റുവേഷനും, ഭൗതികമായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും
കംഫോർട്ടായിരിക്കുന്നതല്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ നടുവിൽ ദൈവിക സമാധാനം അനുഭവിക്കുന്ന, ദൈവത്തോടുകൂടെ വസിക്കുന്ന, ദൈവത്തിന്റെ ഫെലോഷിപ്പ് ഷെയർ ചെയ്യുന്ന, ദൈവത്തിന്റെ ആ സെലിബ്രേഷനോട് പങ്കാളിത്തം ലഭിക്കുന്ന ആ ദൈവിക സ്വസ്ഥതയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. ഇനി നമുക്ക് ഈ ആത്മിക വർത്തമാനത്തിലേക്ക് വരുമ്പോൾ ആ ദൈവിക സ്വസ്ഥതയെ പറ്റി ഇവിടെ പറയുന്നത് അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കുക. സ്തോത്രം. അതിന്റെ 10-ാമത്തെ വാക്യം, ദൈവം തന്റെ പ്രവർത്തികളിൽ എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവർത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അപ്പൊ യഥാർത്ഥ സ്വസ്ഥതയുടെ ആത്മിക അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നമ്മള് നമ്മുടെ പ്രവർത്തികളിൽ നിന്ന് നിവൃത്തനായിരിക്കുക. അപ്പൊ അതിന്റെ സമാന്തരമായിട്ടുള്ള എക്സാമ്പിൾ എന്താണ്? ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്നെല്ലാം നിവൃത്തനായതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? ഞാൻ എന്റെ പ്രവർത്തികളിൽ നിന്ന് എപ്പോൾ ഞാൻ സ്വസ്ഥനായിട്ട്, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നുള്ള സ്വസ്ഥതയിലേക്ക് വരുമ്പോൾ അതാണ് ദൈവിക സ്വസ്ഥതയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. രാവിലെ നമ്മൾ കേട്ട പോലെ, ശശിമുറ ഓർപ്പിച്ച പോലെ, ശരിക്കും ആ എഞ്ചിൻ മാറുക. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും എനിക്ക് കൺട്രോൾ പോയിട്ട് ആ എഞ്ചിൻ തന്നെ കർത്താവ് മാറ്റിയെടുക്കുക. എന്നിട്ട് ദൈവത്തിന്റെ ജീവനാകുന്ന എഞ്ചിൻ തന്നെ എന്റെ അകത്തിടുക. അതാണ് ദൈവിക സ്വസ്ഥത. സ്തോത്രം. ഞാൻ ഇനി ഒരു കാര്യവും എനിക്ക് വേണ്ടി ചെയ്തെടുക്കാതെ വണ്ണം എന്ത് ചെയ്യാണ്? ദൈവം തന്നെ എന്റെ ജീവനായിട്ട് മാറുന്ന അവസ്ഥ. സ്തോത്രം. അതുവരെ ദൈവ സ്വസ്ഥത നമ്മൾ ചിന്തിച്ചു, ദൈവം എനിക്ക് എന്റെ വഴികളിൽ എനിക്ക് സഹായകനായിരിക്കുന്ന ഒരു തലം വരെ മതി ദൈവിക സ്വസ്ഥത പലർക്കും. ഞാൻ എന്റെ ഡ്രൈവർ സീറ്റിൽ നിന്നോളാം, കർത്താവ് എന്റെ നോൺ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് എനിക്ക് തക്ക സമയത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാണെങ്കിൽ ഞാൻ സ്വസ്ഥനായിരിക്കും എന്ന് ചിന്തിക്കുന്നു. പക്ഷെ യഥാർത്ഥ സ്വസ്ഥത ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റിൽ മാറിയിട്ട് കർത്താവ് തന്നെ ആ ലോഡ്ഷിപ്പിൽ, കർത്താവ് തന്നെ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പം കർത്താവ് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, അവൻ തന്നെ നമ്മുടെ ജീവനായി മാറുന്ന അവസ്ഥയാണ് ഈ ദൈവിക സ്വസ്ഥത എന്ന് പറയുന്നത്. അതാണ് ഈ ഇടുക്ക് വഴി. ഹല്ലേലൂയ. ഈ ഇടുക്ക് വഴിയുടെ അർത്ഥം എന്താണ്? ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റിൽ മാറുക എന്നുള്ള. സ്തോത്രം. ആ ഡ്രൈവിംഗ് സീറ്റ് മാറി കർത്താവ് അവിടെ വസിക്കുമ്പോൾ അതാണ് ദൈവിക സ്വസ്ഥതയുടെ വാക്ക്. അതിപ്പോൾ നമ്മൾ ആത്മീയമായി അനുഭവിക്കുന്നു, ആക്ഷരികമായി നമുക്ക് പിന്നെ നിത്യതയിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഉത്സാഹം എപ്പോഴും ഉണ്ടായിരിക്കണം. എന്താണ് ഈ ഉത്സാഹം? ഈ ഡ്രൈവിംഗ് സീറ്റിൽ കർത്താവിരിക്കേണ്ട അവസ്ഥ. ഞാൻ എന്റെ പ്രവർത്തികളിൽ മാറിയിട്ട്, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥമാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുടെ റൂട്ട് കോസ് എന്താണ്? ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് കൊണ്ട്. സ്തോത്രം. നമ്മൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും, ഭൗമിക കാര്യങ്ങളായിക്കോട്ടെ, ആത്മീയ ജീവിതത്തിലായിക്കോട്ടെ, നമുക്ക് എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളിൽ നമ്മുടെ പ്രവൃത്തികളിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എന്തുണ്ടാകുന്നില്ല? സ്വസ്ഥത ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ. ഒരു സംതൃപ്തി ഉണ്ടാകുന്നില്ല, ഒരു സ്വസ്ഥത ഉണ്ടാകുന്നില്ല. പക്ഷെങ്കിൽ ഈ സ്വസ്ഥതയുടെ വഴി എന്ന് പറയുന്നത് ഞാൻ അവിടെ നിന്ന് മാറുക. സ്തോത്രം. അവിടെ എന്ത് ചെയ്യാണ്? ദൈവം തന്റെ പ്രവൃത്തികളിൽ നിവൃത്തനായപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് മാറി ഇരുന്നിട്ട് ദൈവത്തിന്റെ ജീവന്റെ പ്രവൃത്തികളിലേക്ക് നമ്മൾ കടക്കുക ചെയ്യും. സ്തോത്രമേ. ഞാൻ ഇന്നാളെ ഉദാഹരണം ഇവിടെ പറഞ്ഞു അറിയത്തില്ല, ഇച്ചിരി മനസ്സിലാക്കാൻ വേണ്ടി പറയും. ഞാൻ പണ്ട് സ്കൈ സൈക്ലിംഗ് ഒരു പരിപാടി ചെയ്തു. സ്തോത്രം. അത് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് ആ സൈക്കിള് ഒരു അയൺ റോഡെ കൂടി ചവിട്ടിക്കൊണ്ട് പോകാറുണ്ട്. അപ്പൊ ഞാൻ അതിൽ കയറിയിരുന്നു, ഹെൽമെറ്റ് ഇട്ടു, കാര്യങ്ങളെല്ലാം ചെയ്തു, എന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കയറി ഇരുന്നപ്പോൾ അതിന് ഇൻസ്ട്രക്ടർ വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. യു ഷുഡ് നോട്ട് അപ്ലൈ യുവർ ഓൺ ബാലൻസ് ടു ഇറ്റ്. The cycle is already balanced. You just need to pedal it. ഈ സൈക്കിൾ എന്ത് ചെയ്യാണ്? ഇത് ഓൾറെഡി അതിന്റെ വീലും ആ അയൻറോഡുമായിട്ട് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. എന്ത് ചെയ്യാവുള്ളൂ? ഒരിക്കലും ഞാൻ എന്റെ ബാലൻസ് അതിൽ അപ്ലൈ ചെയ്താൽ അത് ഷെയ്ക്ക് ആവും. ജസ്റ്റ് പെഡൽ ചെയ്യുക, ഈ എൻഡിൽ നിന്നും അപ്പുറത്തെ എൻഡിലേക്ക് എത്തും. അന്നാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ, അത് ആ ഒരു ശബ്ദം എന്റെ അകത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ പിന്നെ മനസ്സിലായി ദൈവത്തിന്റെ ഇടുക്കുവഴി ഇങ്ങനെ ഉദ്ദേശിക്കുന്നു. അന്ന് വരെ ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ഞെരിക്കപ്പെട്ട് ഞാൻ എന്റെ ജീവിതം കർത്താവിന്റെ പാതയിലൂടെ നടക്കുന്നത്. പക്ഷെ അങ്ങനല്ല. കർത്താവിന് മാത്രം കടന്നു പോകാവുന്ന ഒരു വഴിയാണ് ഈ ക്രിസ്തീയ ജീവിതവുമായി. അത് ഓൾറെഡി ക്രിസ്തുവിന്റെ ജീവനാൽ ബാലൻസ്ഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? കർത്താവിന്റെ ജീവിതം തുടങ്ങിയിട്ട് നമ്മുടെ ബാലൻസ് അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇപ്പൊ ഞാൻ സൈക്കിൾ ചവിട്ടി തുടങ്ങി താഴെ വലിയ കുഴികൾ, വലിയ കിണറുകൾ, വലിയ കാടുകൾ, ഇത് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ജലത്തിന് പ്രവൃത്തി പെട്ടെന്ന് നമ്മുടെ പേര് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ ബാലൻസ് അപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? സൈക്കിള് ഷെയ്ക്ക് ആവാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ ആ വാക്കിന്റെ ഹൃദയത്തിൽ വന്നു, യു ഷുഡ് നോട്ട് അപ്ലൈ യുവർ ഓൺ ബാലൻസ്, യു ജസ്റ്റ് പെഡൽ ഇറ്റ്. അപ്പൊ ഞാൻ ചെയ്തു, വേറെ ഒന്നും ചിന്തിച്ചില്ല, ആ എൻഡ് മാത്രം നോക്കിക്കൊണ്ടേച്ചു ഞാൻ പെഡൽ ചെയ്തു. അപ്പൊ സൈക്കിളിന് ഷെയ്ക്കിന് ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോൾ ഞാൻ എന്റെ ബാലൻസ് സൈക്കിൾ അപ്ലൈ ചെയ്യുന്നോ അപ്പോൾ സൈക്കിള് ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി. വീഴത്തില്ല, പക്ഷേ ഷെയ്ക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഈ ജഡത്തിന്റെ സ്വഭാവമാണ് എന്ത്? ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് എന്റെ ആദ്യത്തെ പ്രവൃത്തി എന്തായിരിക്കും? ഞാൻ ജഡത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ തോന്നും അല്ലേ? എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് ഭയം നേരിട്ടാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ നോക്കത്തില്ല.
പെട്ടെന്ന് നമ്മുടെ സ്വയത്തിലേക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് നമ്മുടെ എല്ലാവരുടെയും ബേസിക് നേച്ചറാണ്. നമ്മുടെ അകത്ത് കിടക്കുന്ന എല്ലാവരുടെയും ബേസിക് നേച്ചർ. എങ്ങനെയും ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്താൻ നോക്കും. എന്ത് പ്രശ്നം വന്നാലും പ്രതികൂലം വന്നാലും ആത്മീയ ജീവിതത്തിൽ പോയി നമ്മൾ ഫസ്റ്റ് എടുക്കും നമ്മൾ നമ്മുടെ ബാലൻസിന് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇത് ഈ ഇടുക്കുവാതിൽ പറയുന്നത് ദൈവത്തിന് മാത്രം, ക്രിസ്തുവിന്റെ ജീവിതം മാത്രം കടന്നു പോകാൻ കഴിയുന്ന ബാലൻസ്ഡ് ലൈഫാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തുവാ? ഈ പെടൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താ? ഈ വിശ്വാസത്തിന്റെ പെടൽ ചവിട്ടി. എന്താണ് ഇത്? എന്തിലേക്ക് ബാലൻസ് ആക്കിയിരിക്കുന്നു? ക്രിസ്തുവിന്റെ ജീവനെ ബാലൻസ് ആക്കിയിരിക്കുന്നെങ്കിൽ ഞാൻ അതിൽ പോകാനുള്ള പെടലിൽ ചവിട്ടിക്കൊണ്ടിരിക്കും. എന്താണ് ആ പെടല്? കർത്താവെ, എനിക്കിതിലൊന്നും ചെയ്യാനില്ല, ഇനി ഏത് ഗുണം എന്നറിയുവാൻ ഇല്ല ഞാനും എന്നില്ലാതാ. അതുകൊണ്ട് കർത്താവ് ചെയ്തോണം, ഈ സിറ്റുവേഷനിൽ എന്നെ നടത്തിക്കോണം. അപ്പൊ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ മാറും, അല്ലെ? എനിക്ക് എപ്പോൾ എന്നിൽ കോൺഫിഡൻസ് ഉണ്ടോ അപ്പോഴെല്ലാം ഞാൻ ഈ പെടല് എന്റെ ബാലൻസിനനുസരിച്ച് ചവിട്ടും. അവിടെ ഭയമുണ്ടാകും, ഷേക്കിംഗ് ഉണ്ടാകും, എനിക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. എന്നാൽ എപ്പോൾ ഈ സൈക്കിൾ ഓൾറെഡി ബാലൻസ്ഡ് ആണ്, ഏത് എന്നെ അക്കരെ എത്തിക്കും, ഞാൻ പെഡലിംഗ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി, വിശ്വാസം അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്നുള്ള ബോധ്യം, ആ ഇൻസ്ട്രക്ടറിന്റെ ഭജനത്തെ ശബ്ദം, ഒരു കേൾവിയായി നമ്മുടെ വിശ്വാസം മാറും. ആ കേൾവി എന്റെ അകത്ത് വിശ്വാസമായി പരിഗണിക്കുമ്പോൾ ഇത് സംഭവിക്കുകയാണ്. നമുക്ക് പോലും കഴിയാത്ത, അല്ലെ, ഒരു അയൺ റോഡിൽ കൂടെ ഒരു സൈക്കിൾ ഇട്ടിരിക്കുന്ന ഭാഗമില്ല. അപ്പോഴാണ് അയൺ റോഡിൽ കൂടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് എന്നെ കൂടെ ചെയ്തെടുപ്പിച്ചതെല്ലാം ഓൾറെഡി ബാലൻസ്ഡ് ആയിട്ടുള്ള സൈക്കിളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അത് എന്റെ കഴിവല്ല, ഞാൻ എന്നെ ചെയ്തുള്ളൂ, ഇത് പെഡലിംഗ് മാത്രമേ ചെയ്തുള്ളൂ. അത് എന്റെ കഴിവല്ല എന്ന് കാണുന്നവർക്കും അറിയാം, ചവിട്ടിയ എനിക്കും അറിയാം, അല്ലേ? കാരണം ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മളെ ദൈവം ഇവിടെ നിന്ന് അത്യാഗ്രഹം കൊണ്ടെത്തിക്കുകയാണ്. ഈ ഇടുക്കുവാതിലേക്ക് പ്രവേശിക്കാനുള്ള ഉത്സാഹം എപ്പോഴും എങ്ങനെ കാണുന്നത്? ഈ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വഴിയാണ്. എപ്പോൾ ഈ വിശ്വാസം അപ്ലൈ ചെയ്തായിരിക്കുന്നോ അതുകൊണ്ട് അവിശ്വാസ നിമിത്തം അനേകം എന്ത് സംഭവിച്ചു? ഈ സ്വസ്ഥതയുടെ വാഗ്ദത്തം കിട്ടിയില്ല. അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തം എന്ന് പറഞ്ഞ എന്താണ് ഇവിടെ? ഞാൻ എന്റെ പ്രവൃത്തി നിൽക്കുന്നതാണ്, അല്ലേ? അവിശ്വാസമാണ്. ഈ 4-ാം അധ്യായം മുഴുവൻ വായിച്ചു വെക്കുകയും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തം പറയുന്നത് ഈ അവിശ്വാസമാണ്. ഓക്കെ, ഈ അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തം എന്ന് പറയുന്നത്, ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്, അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം അനേകർക്ക് ഈ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്നതിന്റെ ഒറ്റ കാരണം എന്താണ്? അവരുടെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തിയായി മാറി നിൽക്കാൻ റെഡിയല്ല. അവര് ദൈവത്തെ പരിജ്ഞാനത്തിൽ അംഗീകരിക്കാൻ റെഡിയല്ല. അവര് ഫസ്റ്റ് സ്റ്റെപ്പ് അവരവരുടെ എടുക്കും. ദൈവം വേണേൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടുതൽ നിന്നോണം. കർത്താവിന് ഡ്രൈവിംഗ് സീറ്റ് കൊടുക്കാൻ റെഡിയല്ല. ദൈവം തന്റെ പ്രവൃത്തികൾ സ്വസ്ഥനായതുപോലെ അവരവരുടെ പ്രവൃത്തികളിൽ സ്വസ്ഥമായി മാറി നിൽക്കാൻ റെഡി അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തില്ല? അവർക്ക് ഈ വാഗ്ദത്വത്തിലേക്ക്, ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് കഴിയാതിരുന്നത് കൊണ്ട് ഇതൊരു വാണിംഗ് ആയിട്ട് നമുക്ക് എഴുതിയിരിക്കുകയാണ്. നമുക്കും നാമും അവരെ പോലെ സദ്വർത്തമാനം കേട്ടവരാകുന്നു. ഏതായി സദ്വർത്തമാനം? ഈ ലൈഫ് ഓൾറെഡി ബാലൻസ്ഡ് ആണ്, ഈ സൈക്കിൾ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വിശ്വാസത്തിന്റെ പെടലുകൾ ചവിട്ടി, ഞാനല്ല എന്നുള്ള ആ വിശ്വാസത്തിന്റെ പെടലുകൾ ചവിട്ടി, ക്രിസ്തു അത്രേ എന്നുള്ള വിശ്വാസത്തിന്റെ പെടലുകൾ ചവിട്ടി അക്കരെ എത്താ മതി എന്നുള്ള സദ്വർത്തമാനം നമ്മളും കേട്ടവരാ. ആ സദ്വർത്തമാനം കേട്ട നമ്മളോടും പറയുകയാണ്, നിങ്ങൾ ഈ അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തം ഒത്തു പോകരുത്. എന്താണ് ആ സമദൃഷ്ടാന്തം? അവിശ്വാസം. എന്താണ് വിശ്വാസം? ഞാൻ മാറി നിൽക്കുന്നതും ക്രിസ്തുവിന്റെ ജീവനെ ഞാൻ പ്രതീക്ഷിക്കുന്ന വിശ്വാസമെങ്കിൽ അവിശ്വാസം എന്താണ്? കർത്താവോടെ എന്നെ സഹായിച്ചാൽ നിന്നാ മതി, ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചോളാം, ഞാൻ എന്റെ ബാലൻസ് അപ്ലൈ ചെയ്തോളാം, എന്റെ ശുശ്രൂഷ എന്നെങ്ങനെ കൊണ്ടുപോകണം എനിക്കറിയാം, അല്ലെ? എനിക്ക് എങ്ങനെ ജോലി ചെയ്യണമെന്ന് എനിക്കറിയാം, എനിക്ക് എങ്ങനെ എന്റെ ഫാമിലി ലൈഫ് കൊണ്ടുപോകണം എനിക്കറിയാം, എനിക്ക് എങ്ങനെ സ്നേഹിക്കണം എനിക്കറിയാം, എങ്ങനെ താഴ്മ കൊണ്ടുപോകണം എനിക്കറിയാം, എങ്ങനെ ക്ഷമിക്കണമെന്ന് എനിക്കറിയാം. അവിടെ എല്ലാം കർത്താവ് എന്ത് ചെയ്യാണ്? അത് അനുസരണക്കേടിന് സംബന്ധിഷ്ടാന്തമായതുകൊണ്ട് നമുക്കൊരു വാണിംഗ് തരികയാണ്. യു ടേക്ക് യുവർ സീറ്റ് ഓഫ്, ഐ വിൽ റൈഡ് ഇറ്റ്. ഇത് കാരണം എനിക്ക് മാത്രം കൊണ്ടുപോകാൻ കഴിയുന്ന ബാലൻസ്ഡ് ലൈഫാണ് ഏത്? ഈ ഇടുക്കുവാതിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വാതിലിന് നടുവിൽ നമ്മളെ കൊണ്ടുചെല്ലുകയാണ്. ഇനി ആ പ്രവേശനത്തിന് നടുവ് ഒരു സ്കാനിങ് സെന്റർ നിൽപ്പുണ്ട്. അതാണ് 12-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ക്കലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിനും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അപ്പൊ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു സ്കാനിങ് ഗേറ്റ് ആയത് ദൈവവചനത്തിന്റെ സ്കാനിങ് നടക്കും. ഹല്ലേലൂയ. ഒരു എയർപോർട്ടിലേക്ക് കയറുമ്പോൾ
അത് അവിടുത്തെ സെക്യൂരിറ്റി സ്കാനിങ് ഒക്കെ അറിയാം അല്ലേ, നമ്മുടെ ബാഗിൽ എന്തൊക്കെയോ ഉള്ളതെല്ലാം സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കും. പക്ഷെ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഈ ലോകത്തിൽ ഒരു സ്കാനിങ് മെഷീന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു സ്കാനിങ് സെന്ററാണ് ഇവിടെ കാണിച്ചത്. എന്താണ്? സകലവും ദൈവത്തിന്റെ മുമ്പിൽ നഗ്നതും മലർന്നതായി കിടക്കുക. ആ സ്കാനിങ്ങിന്റെ മുമ്പിൽ റിപ്പോർട്ട് എന്താ വെളിപ്പെടുന്നേ? ബിബിൻ തോമസും ജീവിച്ച പ്രവർത്തികൾ, ബിബിൻ തോമസിൽ യേശു ജീവിച്ച പ്രവർത്തികൾ, പ്രാണനിൽ നിന്നുള്ളത് ഏത്, ആത്മാവിൽ നിന്നുള്ളത് ഏത്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വസ്ഥതയിൽ ജീവിക്കാനുള്ള യോഗ്യത എന്താണ്? മുമ്പ് വായിച്ചതുപോലെ ഞാൻ എന്റെ പ്രവർത്തികളിൽ നിന്ന് മാറി എന്തൊക്കെ കാര്യം ചെയ്തോ അതെല്ലാം ഈ വചനത്തിന്റെ സ്കാനിങ്ങിന് വെളിപ്പെടും. സകലതും ഈ ദൈവവചനമാകുന്ന വാളിന്റെ സ്കാനിങ്ങിന് മുമ്പിൽ നഗ്നതും മലർന്നുമായി കിടക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസത്തിന് മേഖല ഏതെന്ന് നമുക്ക് കാണാൻ പറ്റും. ദൈവവചനത്തിന്റെ സ്കാനിങ്ങിന്റെ മുമ്പിൽ ഈ സ്വസ്ഥത എന്തുകൊണ്ട് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നറിയണമെങ്കിൽ ഈ ദൈവവചനത്തിന്റെ സ്കാനിങ്ങിന് മുമ്പിൽ ഇരുന്നാൽ മതി. ഈ ദൈവവചനത്തിന്റെ സ്കാനിങ്ങിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ഞാൻ പ്രവർത്തിച്ച പ്രവൃത്തിയും യേശുവിനെ അനുവദിക്കാതെ ഞാൻ എന്നിൽ പ്രവർത്തിച്ച എല്ലാ വചനം നമുക്ക് ചെയ്യും നഗ്നവും മലർന്നതുമായിട്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സ്വസ്ഥത പോവുക ചെയ്യുന്നത് സത്യത്തിൽ അല്ലേ? വാക്തത്വം എന്തുവാണ്? സ്വസ്ഥതയിലേക്ക് വിളിച്ചിരിക്കുകയോ. പക്ഷെ കഴിഞ്ഞ ആഴ്ച എന്റെ ജീവിതത്തിൽ കടന്നുപോയ ചിന്തകൾ മുഴുവൻ ഇവിടെ ഇപ്പൊ ഡിസ്പ്ലേ വെളിപ്പെടുത്തിയാൽ എന്റെ സ്വസ്ഥത പോവുക ചെയ്യുന്നത് അല്ലേ? കഴിഞ്ഞ ആഴ്ച ജീവിച്ച പ്രവൃത്തികൾ മുഴുവൻ ഞാൻ എന്നെ ഉൾപ്പെടുത്തി പറയുന്നത്. എന്തെല്ലാം മേഖലകളാണ് ഞാൻ യേശുവിനെ കൂടാതെ ചെയ്തെടുത്തത്. ഹല്ലേലൂയ. ഞാനും ഇതിൽ ഫെയിലായി നിൽക്കുമ്പോൾ വിശ്വാസത്തെ ഞാൻ പ്രതീക്ഷിക്കുക, കർത്താവ് എന്നെ അതിലെല്ലാം കറക്റ്റാക്കി പ്രതീക്ഷിക്കുക. അതിപ്പോ ഒരു ഡിസ്പ്ലേ വരുത്തിയാൽ എനിക്ക് സ്വസ്ഥത കിട്ടുമോ, സ്വസ്ഥത പോവോ? ശരിക്കും ഈ ദൈവവചനത്തിന്റെ സ്കാനിങ്ങിന്റെ മുമ്പിൽ ഒരു വ്യക്തിയുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയും, കാരണം പ്രാണനിലുള്ളത് ഏത്, ആത്മാവിനുള്ളത് എന്ന് തിരിച്ചറിയത്തക്കവണ്ണമുള്ള ഒരു സ്കാനിങ് അവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്, ഞാൻ ട്രൈവിസിറ്റ് ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ്. സ്വസ്ഥത എന്താണ്? ദൈവത്തിന്റെ പ്രവർത്തികൾ നിർബന്ധമായതുപോലെ നമ്മൾ നമ്മുടെ പ്രവർത്തികൾ മാറിയിരിക്കുന്നതാണ് സ്വസ്ഥത അല്ലെ? അവിടെ എനിക്കൊന്നും ഭയമില്ല, എനിക്കൊന്നും നിരാശയില്ല, എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം ജീവിച്ചോളെന്നുള്ള വിശ്വാസം. അതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ മാറിപ്പോയാൽ അത് വചനം എന്ന വാള് എനിക്ക് സ്കാനിങ് ചെയ്ത് വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലായ്മയാണെന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഈ ദൈവവചനം ഈ ഇരുവായത്തുള്ള വാളാണ്, ഇങ്ങനെ ഒത്തിരി വാക്യം കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ വാക്യം കണക്ട് ചെയ്തിരിക്കുന്ന ഈ സ്വസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു, അയ്യോ ഈ വചനത്തിന്റെ സ്കാനിങ്ങിലാണല്ലോ എനിക്ക് മനസ്സിലാകുന്നത് എന്ത്, എനിക്ക് അകത്ത് സ്വസ്ഥത കിട്ടാത്തതെല്ലാം എന്തുകൊണ്ടാ? ഞാൻ എന്റെ പ്രവർത്തികളിൽ നിന്ന് നിവൃത്തനെ മാറി നിൽക്കുന്നില്ല. ഞാൻ എന്റെ പ്രവർത്തികൾ എനിക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് സ്വസ്ഥതയുടെ വാക്യത്തെ ഫുൾഫിൽമെന്റ് അനുഭവിക്കാൻ കഴിയാത്തത്. എപ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ ഞാൻ മാറി നിൽക്കുന്നു, ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്ന് വെറുതെ മാറി നിൽക്കുന്നത് പോലെ ഞാൻ എന്റെ പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ജീവൻ വിശ്വാസത്താൽ വരുമ്പോൾ മാത്രമേ ഈ സ്വസ്ഥത എനിക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആ അനുഭവിക്കാൻ കഴിയാത്ത എല്ലാ മേഖലകളും വചനത്തിന്റെ സ്കാനിങ്ങിന് മുമ്പിൽ വെളിപ്പെട്ട് വരും. അത് ആത്മാവിലുള്ളത് ഏത്, പ്രാണനുള്ളത് എല്ലാം വെളിപ്പെടുത്തി തരും. അപ്പൊ നമ്മുടെ സ്വസ്ഥത പോകുന്ന ഒരു തലമാണ് ഈ ദൈവവചനത്തിന്റെ സ്കാനിങ്. അവിടെയാണ് ശ്രേഷ്ഠ മഹാപുരോഹിതനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വാക്തത്വം എന്തുവാണ്? ദൈവിക സ്വസ്ഥത. പ്രോബ്ലം എന്തുവാണ്? ദൈവവചനത്തിന്റെ സ്കാനിങ്. രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുക. നമുക്ക് വാക്തത്വം സ്വസ്ഥത എന്നുള്ള വാക്തത്വമാണ്, പക്ഷെങ്കിൽ നമ്മളും ഇസ്രായേലിനെ പോലെ സമദൃഷ്ടാന്തത്തോടെ വീഴുന്നവരാ അല്ലേ? നമ്മളിലും അവിശ്വാസമുണ്ട്, ആ അനുസരണ സമാധിഷ്ഠാനത്തും എല്ലാം വെളിപ്പെടുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ സുവിശേഷം എന്ന് പറയുന്നത് അടുത്തൊരു വാക്യത്തിന് ബ്രിഡ്ജിങ് വേണം. എന്താണ്? ആകയാൽ. ഒന്ന് വായിച്ചേ. ആകാശങ്ങളിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഈ ദൈവവചനത്തിന്റെ സ്കാനിങ്ങിന് മുമ്പിൽ ആരെയും തകർത്ത് വെട്ടി കളയുകയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? നമ്മളെ ഒരു പുരോഹിതനുമായിട്ട് ചേർത്ത് ബന്ധിക്കുകയോ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ പുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് ഈ സ്കാനിങ്ങിന്റെ അകത്ത് നമുക്ക് ജയത്തോടെ ജീവിക്കാം. ഈ ദൈവത്തിന്റെ സ്കാനിങ്ങിൽ നമ്മുടെ ജയം യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് പകരക്കാരനായി നമ്മുടെ പ്രവർത്തികളെ ഹല്ലേലൂയ പിതാവിനോട് നിരപ്പാക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ ശുശ്രൂഷ അവിടെ തുടങ്ങുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമുക്ക് ധൈര്യത്തോടെ അടുത്തിട്ടില്ല. എന്തിനു വേണ്ടി? കർത്താവേ എനിക്ക് അസ്വസ്ഥത വാക്തത്വം വേണം. ആരുടെ പേരിലാണ്? നമുക്ക് വേണ്ടി ആകാശങ്ങളിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. ആ മഹാപുരോഹിതന്റെ ശ്രേഷ്ഠതകളാണ് അടുത്ത അധ്യായങ്ങൾ മുതൽ 10-ാം അധ്യായം വരെയുള്ള പഠനത്തിൽ കാണിക്കുന്നത്. അത് നമുക്ക് വേറൊരു ദിവസം ചിന്തിക്കാം. സ്തോത്രം. ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നമ്മൾ അനുസരണക്കേടിൽ വീണു പോകാതെ അവസാനത്തോളം അവൻ പിടിച്ചു നിർത്തും. നമ്മൾ ആരും ഇസ്രായേൽ മക്കളെക്കാൾ അല്ലെങ്കിൽ വീണുപോയവരെക്കാൾ ശ്രേഷ്ഠരായതുകൊണ്ടല്ല, നമ്മുടെ ശ്രേഷ്ഠതയില്ലായ്മയിൽ നമുക്ക് വേണ്ടി ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതൻ നമുക്ക് പകരക്കാരനെ ഇറങ്ങിയത് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഞാനല്ല ക്രിസ്തു അത്ര എന്നുള്ള ജീവിതം അല്ലെങ്കിൽ ആ സ്വസ്ഥതയുടെ ജീവിതം നയിക്കുവാൻ എന്നെ കൊണ്ട് ദൈവം ഇത് സാധിപ്പിച്ചെടുക്കും. കാരണം അവൻ നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുന്നു. ഒത്തിരി ക്വാളിറ്റീസ് ഈ മഹാരാജുവിനെ പറ്റി പറയുന്നുണ്ട്. സ്തോത്രം. അത് നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുന്നവനാണ്. നമുക്ക് ഏത് സമയത്തും ആ കരുണയ്ക്ക് വേണ്ടി തക്ക സമയത്ത്, അല്ലെ, നമുക്കറിയാം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ജഡത്തിന്റെ ബാലൻസ് എടുക്കും. ആ തക്ക സമയത്ത് നമുക്ക് വേണ്ടി ആരുണ്ട്? പുരോഹിതനുണ്ട്, അല്ലെ, ഓൺ ദ റൈറ്റ് ടൈം. ആ വീഴ പോകുന്ന അവസരത്തിൽ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ബലഹീനതകൾ ഈ പുരോഹിതന് അറിയാം. അതുകൊണ്ട് ആ ചെയ്യുന്ന എന്താണ്? ഈ സ്കാനിങ്ങിന്റെ മുമ്പിൽ നമ്മൾ തളർന്ന് ഇട്ടേച്ച് പോകാനല്ല പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൂടുപടം കൊണ്ട് ജീവിക്കാനല്ല പറയുന്നത്. ഓൺ ദ റൈറ്റ് ടൈം നിങ്ങൾക്ക് വേണ്ടി ആ മഹാപുരോഹിതൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ധൈര്യത്തോടുള്ള പ്രവേശനം ഈ സ്വസ്ഥതയിലേക്ക് കയറാം. ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജഡത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, ഈ ശരീരത്തിന്റെ ബലഹീനത നടുവിൽ ഈ ശരീരം വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ട് ഹല്ലേലൂയ അനേക ശീലങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് ടൈമിൽ നമുക്ക് വേണ്ടി ഇടപെടാൻ ഒരു മഹാപുരോഹിതനുണ്ട്. സ്തോത്രം. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. സ്തോത്രം. അവൻ ഭൂമിയിൽ നിന്നുള്ള മഹാപുരോഹിതനല്ല. സ്തോത്രം. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ഏത് സമയത്തും ഹല്ലേലൂയ നമുക്ക് അടുത്ത് ചെന്ന് ഹല്ലേലൂയ ദൈവത്തോടുള്ള സമാധാനം പ്രാപിക്കേണ്ടതിന്, ദൈവികമായ സ്വസ്ഥത പ്രാപിക്കേണ്ടതിന് അവന്റെ രക്തം നമുക്ക് വേണ്ടി എപ്പോഴും ലൈവാണ്. സ്തോത്രം. അത് സ്വർഗീയ കൂടാരങ്ങളിലേക്ക് ഹല്ലേലൂയ പുത്രൻ കൊണ്ടുപോയത് കൊണ്ട് ഹല്ലേലൂയ അത് എന്നേക്കും നിൽക്കുന്ന മഹാപുരോഹിതമായതുകൊണ്ട് ഏത് സമയത്തും അടുത്ത് ചെന്ന് ഹല്ലേലൂയ നമുക്ക് പ്രത്യാശയ്ക്കുള്ളൊരു വകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശരണത്തിന് ഓടി വന്ന ആർക്കും വേണ്ടി ഇത് ഹല്ലേലൂയ ഇത് അടച്ചു വെക്കുക അല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ അവർക്ക് വേണ്ടി ഹല്ലേലൂയ നല്ലൊരു ജീവന്റെ വഴി തുറക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവിക സ്വസ്ഥത എന്ന വാക്തത്വം കാണിച്ചു. ആ സ്കാനിങ് സെന്റർ നമ്മുടെ മുമ്പിൽ കാണിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് അവിശ്വാസികളായി തീരാതിരിക്കേണ്ടതിന് കർത്താവ് എന്ത് ചെയ്യാണ്? നമ്മുടെ വിശ്വാസത്തെ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഒരു മഹാപുരോഹിതനോട് തിരികെ. സ്തോത്ര. പത്രോസിനോട് പറഞ്ഞില്ലേ കർത്താവ്, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ പിശാചിനെ അനുവദിച്ചില്ല. കർത്താവ് നമ്മളെ ആ വിശ്വാസത്തെ വീഴാതിരിക്കേണ്ടതിന്, അല്ലെങ്കിൽ നമ്മളെ അനുസരണക്കേണ്ടതിന് സമധിഷ്ഠാന്തം വീഴാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഈ സ്വസ്ഥതയുടെ വാക്തത്വത്തിൽ അവകാശികളായിരിക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ നമ്മളും അവരെ പോലെ വീണവരാകാമായിരുന്നെങ്കിലും നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യണം? അവിശ്വാസത്തെ വീണു പോകാതെ എന്ത് ചെയ്യുക? വിശ്വാസത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കുക. സ്തോത്രം. അവൻ ചെയ്തെടുത്ത യാഗം എന്നേക്കും നമ്മളെ സൽഗുണപൂർത്തി വരുത്താൻ വേണ്ടിയാണ്. സ്തോത്രം. അവൻ ചെയ്തെടുത്ത യാഗം എന്നേക്കും നമ്മൾക്ക് ഗുണകരമായി സംസാരിക്കുന്നതാണ്. സ്തോത്രം. അവൻ ചെയ്തെടുത്ത യാഗം അത് നിത്യ നിയമത്തിന്റെ രക്തത്താലുള്ള യാഗമാണ്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും ഈ സ്വസ്ഥത അവകാശപ്പെട്ടുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ നിൽക്കാം. സ്തോത്രം. കർത്താവേ, നമുക്ക് പറയണം ഹല്ലേലൂയ കർത്താവേ, ഓൺ ദ റൈറ്റ് ടൈമിൽ എനിക്ക് പലപ്പോഴും ജഡത്തിന്റെ ബാലൻസ് ആണ് ഫസ്റ്റ് വരുന്നത്. എനിക്ക് എപ്പോഴും ജഡത്തിന്റെ സൊല്യൂഷൻസ് ആണ് ഫസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ആ സമയങ്ങളിലെല്ലാം കർത്താവ് പുരോഹിതൻ നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ അവനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതിൽ എന്നെ ജീവിക്കാൻ നീ അനുവദിക്കരുതേ, അങ്ങനെ ജീവിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കഴിവുകളാണ് ഫസ്റ്റ് ആദ്യം വരുന്നത്. അവിടെ എല്ലാം ഹല്ലേലൂയ വിശ്വാസത്താൽ നമ്മൾ പറയണം കർത്താവേ, ഇവിടെ ഞാനല്ല ജീവിക്കേണ്ടത്, ആ ഡ്രൈവിംഗ് സീറ്റിൽ അങ്ങ് തന്നെ ഇരിക്കണം. സ്തോത്രം. അപ്പൊ ആ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുമ്പോൾ തന്നെ അവൻ നമ്മളിൽ ആത്മാവായി ജീവിക്കുവാൻ വിശ്വസ്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് ദൈവിക സ്വസ്ഥത എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആ സ്വസ്ഥ അനുഭവിച്ച പൗലോസൊക്കെ വിളിച്ചു പറയുന്നത് അവനുമായി പറ്റുചേരുന്നവന് ഏകയാത്മാവാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങൾക്ക് ഇനി ഒന്ന് രഹസ്യമേ ഒളിച്ചു വെക്കാൻ ഇല്ലാതെ ഒരിക്കലും വേണം ഞങ്ങൾ ഞങ്ങളുടെ മനസാക്ഷി അനേകർക്കും മുമ്പിൽ വെളിവാക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. സ്തോത്രം. 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 ഇതാണ് സ്വസ്ഥതയുടെ ലൈഫ്. ഹല്ലേലൂയ. അനേകരും ഈ സ്വസ്ഥത കാണാതെ വണ്ണം കുറ്റബോധത്തിൽ പിന്മാറി പോകുന്നവരുണ്ട്. അനേകരും ഈ സ്വസ്ഥത അനുഭവിക്കാതെ വണ്ണം മൂടുപാടുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ സ്വസ്ഥത അനുഭവിച്ചവർക്ക് അവർ കർത്താവുമായിട്ട് ഏകയാത്മാവുകയാണ്. അവർ ആ മഹാപുരോഹിതനുമായിട്ടുള്ള ആ ശുശ്രൂഷയിലേക്ക് ബന്ധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യാശയുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന് എപ്പോഴും ഒരു ഹോപ്പുണ്ട്. ഇല്ല, എന്റെ മഹാപുരോഹിതൻ റൈറ്റ് ടൈമിൽ എനിക്ക് വേണ്ടി ഇടവിൽ നിൽക്കുന്നത് കൊണ്ട്, അവന്റെ രക്തം എനിക്ക് എപ്പോഴും ഫ്രഷ് ലൈവ് ആയതുകൊണ്ട് എന്നെ എപ്പോഴും യോഗ്യനാക്കി നിർത്തുവാൻ അവന് കഴിയും. സ്തോത്രം. എനിക്ക് എപ്പോഴും ആ സ്വസ്ഥതയുടെ അവകാശിയെ നിർത്തുവാൻ അവന് കഴിയും. സ്തോത്രം. ഞാൻ എന്നിൽ നോക്കിയാൽ എനിക്ക് ഒരിക്കലും ഈ സ്വസ്ഥതയുടെ അവകാശിയെ തീരാൻ കഴിയത്തില്ല. കാരണം സ്കാനിങ് സെന്റർ, ദൈവജനത്തിന്റെ സ്കാനിങ്ങിന്റെ മുമ്പിൽ ഞാൻ എപ്പോഴും തകർന്നവനാണ്. പക്ഷെങ്കിൽ
ആ യോഗ്യത ഹാലലി കർത്താവ് എനിക്ക് തരുമെന്ന്, ആ ശ്രേഷ്ഠ മഹാപുരോഹിതനെ കൂടി എനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. ആ ഉറപ്പിന്മേലാണ് ഞാൻ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമുക്കെപ്പോഴും നമ്മുടെ പ്രവൃത്തികളിൽ നിവൃത്തിനാകാം. അവിടെ അവന്റെ പ്രവൃത്തികളാൽ നിറയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ആ സ്വസ്ഥതയുടെ വാക്തത്വം ദൈവം നമുക്ക് തന്നിരിക്കുന്നതോടൊപ്പം തന്നെ ഈ മഹാപുരോഹിതനെ കൂടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. സ്തോത്രം. അതുകൊണ്ട് വലിയ പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് കയറാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ചെയ്തെടുത്ത ആ യാഗത്തെ ഓർക്കുവാനാണ് ഈ ശുശ്രൂഷ നമുക്ക് മുമ്പിൽ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം, അവൻ നമുക്ക് വേണ്ടി നുറുക്കിയ ശരീരം, അവന്റെ മരണം എപ്പോഴും നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞെ, ഹല്ലേലൂയ, അനുശ്രമിക്കേണ്ട സമാധിഷ്ടാന്തത്തിനൊത്തമുള്ള ലൈഫായിരുന്നു നിന്റെയെങ്കിലും ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ആ യാഗം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. ഹല്ലേലൂയ. നിനക്ക് വേണ്ടിയുള്ള സൽഗുണപൂർത്തി ഞാൻ ആ കാൽവരി ക്രൂശിൽ കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. ഇനി നീയല്ല ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. നീ സ്വസ്ഥമായി മാറി നിൽക്ക്. നിന്നിൽ ഞാൻ എന്റെ ജീവൻ ജീവിക്കാമെന്നുള്ള ആ വാക്തത്വം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട, നമ്മൾ ഭാരപ്പെടേണ്ട. നമ്മുടെ ആത്മീക ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ ഭൗതിക ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ ജോലി മേഖലയിലായിക്കോട്ടെ, ഏത് വ്യക്തിപരമായ ജീവിതത്തിലും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളിൽ ആ പ്രവൃത്തി തികച്ചെടുക്കുവാൻ ഈ മഹാപുരോഹിതൻ വിശ്വസ്തനാണ്. സ്തോത്രം. ആ മഹാപുരോഹിതൻ അതുകൊണ്ട് ശ്രേഷ്ഠമേറിയ നിയമങ്ങൾക്ക് ഉത്തരവാദിയായിരിക്കുകയാണ്. സ്തോത്രം. അവന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളവരെല്ലാവരെയും അവനെ പോലെ ആക്കാമെന്നുള്ള വാക്തത്വത്തോടുകൂടിയാണ് മഹാപുരോഹിതൻ ഈ നിയമത്തോട് ഹല്ലേലൂയ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പിതാവിനോട് പുത്രനായി ഉടമ്പടി ചെയ്യുമ്പോൾ പറയുകയാണ്, ഹല്ലേലൂയ, എനിക്ക് തന്നിട്ടുള്ളവരാരെയും നഷ്ടപ്പെടുത്താതെ വണ്ണം ഒടുക്കത്തെ നാൾ ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ആ വാക്തത്വത്തിന്മേലാണ് ഈ ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ ഈ ശുശ്രൂഷ ഹല്ലേലൂയ ബൈൻഡ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പുത്രനും പിതാവും തമ്മിലുള്ള ഉടമ്പടിമേൽ ഇത് ഉറക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട, നമ്മൾ വ്യാകുലപ്പെടേണ്ട. ആ ഭയം നീങ്ങുന്നിടത്താണ് നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നത്. ആ ഹല്ലേലൂയ, ആ വറിനെസ് നീങ്ങുന്നിടത്താണ് നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നത്. ഇത് എന്നെ കൊണ്ട് കഴിയുമോ എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ ഈ മഹാപുരോഹിതനെ കുറിച്ചുള്ള വെളിപ്പാടാണ് എനിക്ക് സ്വസ്ഥത തരുന്നത്. ഹല്ലേലൂയ. ഈ സ്വസ്ഥതയുടെ വാക്തത്വം നമുക്ക് അനുദിന ജീവിതത്തിൽ മിനിറ്റ് ബൈ മിനിറ്റ് നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സ്വസ്ഥതയുടെ വാക്തത്വം കാൽവരി ക്രൂശിൽ ആ വെളിപ്പെട്ട ആ മരണത്തെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. ആ സ്വസ്ഥതയുടെ വാക്തത്വം നമുക്ക് തരേണ്ടതിന് ആ മഹാപുരോഹിതൻ തന്നെ ഇറങ്ങി വന്ന് അവന്റെ സ്വന്തം രക്തത്താൽ സ്ഥാപിച്ചെടുത്ത ഈ സാലിൽ വാക്തത്വ വഴികളെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വെറുതെ ലേഖനം 11-ാം അധ്യായം അതിന്റെ 23 വാക്യങ്ങൾ വായിക്കാം. സ്തോത്രം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്തവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്തവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീന രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. സ്തോത്രം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷയിലേക്ക് കടക്കാം. ഹല്ലേലൂയ. 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 കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവരപ്പം എടുത്ത് സ്തോത്രത്തിൽ ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ. ഇത് മരണത്തിലെ ഓർക്കുവാൻ